Hi guys, welcome back to my YouTube channel. സോ ഇന്ന് ഞാനൊരു ചെറിയ ഫസ്റ്റ് റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മോളിൽ പോയി വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിൽ ഞങ്ങൾ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മേടിച്ച ഒരു 5 പ്രോഡക്ട്സിൻ്റെ ഒരു ചെറിയ റിവ്യൂ വീഡിയോ ആണ്. സോ ഈ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ പ്രോഡക്ട്സിൻ്റെ സെൻറ്റ്, ക്വാളിറ്റി, പാക്കേജിങ് ഒക്കെ ഭയങ്കര ഹൈപ്പാണ്. നമുക്ക് നോക്കാം. ഞാൻ കുറച്ച് പ്രോഡക്ട്സ് മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നതിൽ ഒരു പ്രോഡക്റ്റ് ഞാൻ മുമ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ബാക്കിയൊക്കെ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. സോ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഗൈസ്, ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്ന പ്രോഡക്ട്സ് ഇതൊക്കെയാണ്. സോ പ്രൈസ് റേഞ്ച് പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്തെ ബെറി ആൽമണ്ട് ഡ്രിസൽ ഫോമിംഗ് ഹാൻഡ് സോപ്പ്, പിന്നെ വൈറ്റ് ടീ ആൻഡ് സേജ് ഫോമിംഗ് ഹാൻഡ് സോപ്പ്, പിന്നെ മൂന്നാമത്തെ വോം വാനില ഷുഗർ ബോഡി വാഷ്, നാലാമത്തെ ഫോറെവർ റെഡ് ബോഡി വാഷ്, പിന്നെ ലാസ്റ്റ് ഉള്ളത് എൻലെസ് വീക്കെൻഡ് ഫോമിംഗ് ഹാൻഡ് സോപ്പാണ്. ഹാൻഡ് സോപ്പൊക്കെ ഒരു $8 to $10 ഒക്കെയാണ് വരുന്നത്. ബോഡി വാഷിൻ്റെ ഒരു 295 ml ബോട്ടിലിനൊക്കെ 16 to 18 ആ ഒരു പ്രൈസ് റേഞ്ചാണ് വരുന്നത്. ലെറ്റ്സ് റിവ്യൂ ഈച്ച് വൺ ഇൻ ഡീറ്റെയിൽ. ഓക്കെ ഗൈസ്, ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇവരുടെ ബെറി ആൽമണ്ട് ഡ്രിസൽ. ഇതൊരു ഹാൻഡ് സോപ്പാണ്, ഫോമിങ് ഹാൻഡ് സോപ്പാണ്. സോ ദിസ് ഇസ് ദെയർ പാക്കിംഗ്. നിങ്ങൾക്ക് കാണാൻ പറ്റും അവരുടെ പാക്കിങ്. ഇതൊരു ബ്രൈറ്റ് ടീൽ ബോട്ടിലാണ് വിത്ത് റോസ് ഗോൾഡ് പമ്പ്, ആ കളറിലുള്ളൊരു പമ്പും പിന്നെ ഒരു ബ്രൈറ്റ് ടീൽ ബോട്ടിലുമാണ്. ഇത് ആക്ച്വലി പാക്കേജിങ് ഐ ഗിവ് ഇറ്റ് 10. നല്ല രസമുണ്ട്. ഒരു ഷെൽഫിൽ വെച്ച് പെട്ടെന്ന് അറ്റൻഷൻ കിട്ടുന്ന ഒരു ബോട്ടിലാണ്. ഞാനിത് ആക്ച്വലി അങ്ങനെയാണ് കണ്ടത്. ഇതിൻ്റെ ഒരു കളർ ഇതൊക്കെ നോക്കിയിട്ടൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. ഇനി നമുക്കിതിൻ്റെ സെൻറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം, ഇതെങ്ങനെയാണെന്ന്. So I'm going to try later. Okay. സോ ഞാൻ പറയട്ടെ, ഇതൊരു ഭയങ്കര സ്വീറ്റ് സ്മെല്ലാണ് കേട്ടോ. കുറേ ഫ്രൂട്ടി സ്വീറ്റ് സ്മെൽ. അപ്പം ഇങ്ങനെ ഒരു സ്വീറ്റ് ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഹാൻഡ് സോപ്പായിരിക്കും ഇത്. ഒരു എന്താ പറയുക, ഒരു റാസ്ബെറി, സ്ട്രോബെറി, അങ്ങനെ കുറേ ബെറീസ് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഫ്രൂട്ടി സ്മെല്ലുണ്ടല്ലോ, ആ ഒരു ഫ്രാഗ്രൻസ് ആണ് എനിക്കിപ്പം ഇതൊന്ന് തോന്നുന്നത്. ഒരു ഭയങ്കര റിഫ്രഷിംഗ് ആണ്. എനിക്ക് ആക്ച്വലി സ്വീറ്റ് സ്മെൽ ഇഷ്ടമായതുകൊണ്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിനൊരു ആൽമണ്ടിൻ്റെ ഒരു നട്ടി വോമായിട്ടുള്ള ഒരു നോട്ടും കൂടെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇതൊരു കമ്പൈൻ ചെയ്യുമ്പോഴൊരു ക്യാൻഡി ഷോപ്പിൻ്റെ ഒരു ഫീലാണ് വരുന്നത്. മൊത്തത്തിലൊരു ക്യാൻഡി ഷോപ്പിൻ്റെ ഫീലാണ്. എനിക്കിത് പേഴ്സണലി എനിക്ക് ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നല്ലൊരു ഫ്രൂട്ടി സ്വീറ്റ് ഫ്രാഗ്രൻസ് ആണ്. ഓക്കെ, ഹോണസ്റ്റ്ലി പറയുവാണെങ്കിൽ ഫസ്റ്റ് ഒരു വാവ് സ്മെല്ലാണ്. ഇപ്പം ഞാനൊരു 2 minutes കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമുക്കൊരു കുറച്ചൊരു ആർട്ടിഫിഷ്യൽ സ്മെല്ലായിട്ട് തോന്നും. ലൈക്ക് ഫ്ലേവേർഡ് ക്യാൻഡി ഇല്ലേ, ഒരു ബെറി ഫ്ലേവേർഡ് ക്യാൻഡി, ഒരു ആർട്ടിഫിഷ്യാലിറ്റി, ഒരു ചെറിയൊരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നുന്നുണ്ട്. ഫസ്റ്റ് ഒരു വോവ് കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസ്. ആഫ്റ്റർ കുറച്ച് ടൈം കഴിയുമ്പോൾ നമുക്കൊരു ടൈപ്പ് ഓഫ് ലൈക്ക് ആർട്ടിഫിഷ്യലായിട്ട് സ്മെൽ ചെയ്യുന്നുണ്ട് ബെറീസിൻ്റെ. സോ ഇത് സ്വീറ്റ് കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസ് ലവേഴ്സിന് ഇത് ഇഷ്ടപ്പെടും. പക്ഷെ ഒരു ഫ്രഷ് സബ്റ്റലായിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഇത് അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. സോ ഇതിൻ്റെ ഫുൾ പ്രൈസ് പേ ചെയ്ത് വാങ്ങുന്നതിലും നല്ലതൊരു ഓഫേഴ്സൊക്കെ വരുമ്പം ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും. ഓക്കെ, സോ എൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു 3.5 out of 5 ആണ്. സോ അതാണ് ഞാൻ ഈ പ്രോഡക്റ്റിന് കൊടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പാക്കേജിങ് നിങ്ങളെ ശരിക്കും അട്രാക്റ്റ് ചെയ്യുന്നു തോന്നുന്നു. സോ ഫോർ മീ ഇറ്റ്സ് 3.5 out of 5. ഓക്കെ, സോ നെക്സ്റ്റ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് വൈറ്റ് ടീ ആൻഡ് സേജ് ഹാൻഡ് സോപ്പാണ്, ഫോമിംഗ് ഹാൻഡ് സോപ്പ്. ഇതാണ് അതിൻ്റെ പാക്കേജിങ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇതൊരു മിനിമൽ ലുക്കാണ്. ലൈറ്റ് സേജ് ഗ്രീൻ ബോട്ടിൽ, ഒരു ഗോൾഡ് ബാൻഡ്, ഒരു മിനിമൽ ലുക്കിൽ, ഒരു എസ്തെറ്റിക് ലുക്കിൽ ചെയ്തേക്കുന്നതാണെന്ന് തോന്നുന്നു. സോ എസ്തെറ്റിക്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു ബാത്റൂം കൗണ്ടറിലൊക്കെ വെക്കാൻ നല്ല രസമായിരിക്കും എന്ന് തോന്നുന്നു. സോ ഇതിൻ്റെ പാക്കേജ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് പാക്കേജിങ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സോ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ,
ഓക്കെ. സോ ഇത് കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് ഫ്രാഗ്രൻസ് ആണ്. നമ്മൾ നേരത്തെ ട്രൈ ചെയ്ത ബെറി ആൾമണ്ട് ഡ്രെസ്സിലിനേക്കാളും ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആണ്. ഒരു ക്ലീൻ വൈറ്റ് ടീ, ഒരു കുറച്ച് കൈൻഡ് ഓഫ് ഫ്ലോറൽ, അങ്ങനെ കുറച്ച് നോട്ട്സ് ഉണ്ട്. ഇത് ഭയങ്കര ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഫ്രാഗ്രൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് ഒരു ഹാൻഡ് സോപ്പ് ആയിരിക്കും. ഓഫീസ് റൂം അങ്ങനെയുള്ള പബ്ലിക് പ്ലേസിലൊക്കെ വെക്കാൻ പറ്റിയൊരു ഹാൻഡ് സോപ്പ് ആയിരിക്കും ഇത്. ബിക്കോസ് എല്ലാവർക്കും ഇതിൻ്റെ പെർഫെക്റ്റ് ബാലൻസ്ഡ് ആണ്. എല്ലാവർക്കും ഇതിൻ്റെ സെൻസ് ഇഷ്ടപ്പെടും. ഒരു ടു സ്ട്രോങ് അല്ല, ടു ലൈറ്റ് അല്ല. സോ ഇറ്റ്സ് വെൽ ബാലൻസ്ഡ്. പിന്നെ ഒരു നമുക്കൊരു നെഗറ്റീവായിട്ട് പറഞ്ഞാൽ ഇത് സെൻ ലവേഴ്സിന് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. സോ ദേ വിൽ ആസ്ക് വെയർ ഇസ് ദ വോ ഫാക്ടർ. ഇതിലങ്ങനെ വോ ഫാക്ടർ ആയിട്ടൊന്നുമില്ല. സോ സെൻ ലവേഴ്സ് കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും ഇത് മേടിച്ചാൽ. ബാക്കിയുള്ളവർക്ക് ഡെഫിനറ്റ്ലി ദേ വിൽ ബി ഹാപ്പി. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു ഹാൻഡ് സോപ്പാണ്. ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്തത് നല്ലതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഐ എം ഗോണ ഗീവ് 4 out of 5 ബിക്കോസ് ഇറ്റ്സ് യൂണിവേഴ്സലി ലൈക്ഡ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും പൊതുവെ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്രാഗ്രൻസ് ആയതുകൊണ്ട് ഞാൻ ഇതിനൊരു 4 കൊടുക്കുന്നു. കുറച്ച് റിഫ്രഷിങ് കൂടെയാണ്. സോ ഇറ്റ്സ് 4 out of 5. സോ നെക്സ്റ്റ് വൺ ഈസ് മൈ പേഴ്സണൽ ഫേവററ്റ് ആണ്. സോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരെണ്ണം ഓൾറെഡി ട്രൈ ചെയ്തിട്ടുള്ള ഒരു ബോഡി വാഷാണ്. ഇത് വോം വാനില ഷുഗർ. ഇതാണ് ഇതിൻ്റെ പാക്കേജിങ്. സോ ഇത് മോസ്റ്റ് ഐക്കോണിക് ആൻഡ് ബെസ്റ്റ് സെല്ലിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ബാത്ത് ആൻഡ് ബോഡി വർക്സിൻ്റെ ഓൾ ടൈം ഫേവററ്റ് ആണിത്, വോം വാനില ഷുഗർ. സോ ഇതിൻ്റെ ഒരു ഹൈപ്പ് കാരണം തന്നെ ഞാൻ ഒരു തവണ ട്രൈ ചെയ്തിട്ടുമുണ്ട്. സോ ലെറ്റ് സി. കുറേ ഇയേഴ്സായിട്ട് ഫാൻസ് ഫോളോ ചെയ്യുന്ന ഒരു സെൻറ്റാണിത് വോം വാനില ഷുഗർ എന്ന് പറയുന്നത്. ഇതിൻ്റെ പാക്കേജിങ് നിങ്ങൾക്ക് കാണാം. ഗോൾഡ് ആംബർ ബോട്ടിലാണ്. സോ വൈറ്റ് ക്യാപ്പ് ഉണ്ട്. പിന്നെ ലേബൽ ആൻഡ് ഡിസൈനൊക്കെ സിമ്പിളാണ്, പക്ഷേ ഭയങ്കര എലഗൻ്റ് ആണ്. ഒരു ഫെയറി ടൈപ്പ് ഓഫ് ഒരു മാജിക്കൽ കൈൻഡ് ഓഫ് ലുക്ക് തരുന്ന ഒരു ബോട്ടിൽ പാക്കേജിങ് ആണ് ഇതിൻ്റെ. സോ നമുക്കിതിൻ്റെ സെൻറ്റ് ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഞാൻ ഒന്നും കൂടെ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാണിച്ചു. സോ നിങ്ങൾക്ക് കാണാൻ പറ്റിയതൊരു ഗ്ലാസി ടൈപ്പ് ഓഫ് കൺസിസ്റ്റൻസ് ഇതാണ്, ലുക്കാണ് ഇതിൻ്റെ ബോഡി വാഷിന്. പ്രത്യേകിച്ച് ഇതിൽ കളറൊന്നുമില്ല. ഇറ്റ്സ് ട്രാൻസ്പെറൻറ്റ്. ഓക്കെ. സോ ഇറ്റ്സ് സ്വീറ്റ് ക്രീമി വാനിലയുടെയും പിന്നെ ഒരു ഫ്രഷ് ബേക്ക്ഡ് കുക്കീസിൻ്റെ ഒക്കെ ഒരു സെൻറ്റ് ഇതിൽ വരുന്നുണ്ട്. ഹോണസ്റ്റ്ലി ഒരു കോസി കംഫർട്ടിങ് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ബോഡി വാഷിൽ. പിന്നെ ഐ പ്രിഫർ ദിസ് ഫോർ ഈവനിങ് ഷവർ, ഒരു കോസി ഫീലിംഗ്. ബിക്കോസ് മോർണിംഗ് ഷവറിന് ഇത് കുറച്ച് ഹെവി ആയിട്ട് തോന്നാം. അതുപോലെ തന്നെ വാനില സെൻറ്റ് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ഇത് കുറച്ച് ഓവർവെൽമിംഗ് ആയിരിക്കും. അവരത്ര പ്രിഫർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറൊരു നെഗറ്റീവ് പറയാനാണെങ്കിൽ ഇതിന്റെ സെന്റ് പെട്ടെന്ന് തന്നെ ഫീഡ് ആവും. ഷവറിന് ശേഷം ഒരു 10 minutes ഒക്കെ ഉണ്ടാവും തോന്നുന്നു. അത് കഴിഞ്ഞാൽ ഈ സെന്റ് നമുക്ക് അറിയാൻ പറ്റില്ല. സോ നിങ്ങൾ ലോങ് ലാസ്റ്റിംഗ് ഫ്രാഗ്രൻസ് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഇത് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവും. ഇത് 295 ml ബോട്ടിലാണ്. സോ റെഗുലർ യൂസ് ചെയ്യുവാണെങ്കിൽ ഇത് 1 month നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ സെയിൽ ഫ്രീക്വൻസി അതുപോലെയൊക്കെ വരുമ്പോൾ ഓഫറിന് എപ്പോഴും വരുന്ന ഒരു പ്രൊഡക്റ്റാണിത്. സോ ഐ എം ഗോണ ഗീവ് 4 out of 5. സോ ഇതിൻ്റെ റേറ്റിംഗ് 4 out of 5 ആണ്. സോ നെക്സ്റ്റ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്ന ബോഡി വാഷ് ഫോറെവർ റെഡ് ആണ്. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഒരു പാക്കേജിങ്, ഒരു അടിപൊളി പാക്കേജിങ് ആണ് ഇതിന്. ഡീപ്പ് റെഡ് ബർഗണ്ടി കളർ ബോട്ടില് ഗോൾഡ് ക്യാപ്പ് ആണ് ഉള്ളത്. ഇതില് പാക്കേജിങ് ഭയങ്കര രസമായിട്ടുണ്ട്. ബാത്റൂം കൗണ്ടറിലൊക്കെ വെച്ചാൽ ഇത് പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. അതുപോലെ തന്നെ ഇതൊരു ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് ബോഡി വാഷ് ഫ്രേഗ്രൻസ് ആണിത്. സോ ഗൈസ് ലെറ്റ്സ് ട്രൈ ദിസ്. ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് നോക്കുവാണ്. ഓക്കെ, ഇതും ട്രാൻസ്പെറന്റ് ആണ് കേട്ടോ. ഓക്കെ, കുറച്ചൊരു ഇന്റൻസ് സ്മെല്ലാണ്. കുറച്ച് ഇന്റൻസ് ആണ്. ബേസ് സാൻഡൽവുഡിന്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ പ്രിഫർ ചെയ്യുന്നത് ഫ്രഷ് സ്മെല്ലാണെങ്കിലോ സ്ലൈറ്റ്ലി ലൈറ്റ് ആയിട്ടുള്ള സ്മെല്ലാണെങ്കിലോ ഇത് നിങ്ങൾ ഡിസപ്പോയിന്റ് ആക്കും. ഇത് കുറച്ച് സ്ട്രോങ് സ്മെല്ലാണ് ഇതിന്. സോ എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഒരു ഇന്റൻസിറ്റി ആണ് ഇതിന്റെ മെയിൻ ഇഷ്യൂ. സോ എല്ലാ ടൈപ്പ് ആൾക്കാരും മേടിക്കില്ല. ഭയങ്കര സ്ട്രോങ് ഫ്രാഗ്രൻസ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഈ ഒരു ഫ്രാഗ്രൻസ് മേടിക്കത്തുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് ടു ഇന്റൻസ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ റേറ്റിംഗ് ഒരു
3 കൊടുക്കുകയാണ്. 3 ഔട്ട് ഓഫ് 5 ആണ് ഇതിന്റെ റേറ്റിംഗ്. ലാസ്റ്റ് ആയിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് അടുത്ത ലാസ്റ്റ് ഹാൻഡ് സോപ്പ് എന്ന് പറയുന്നത് എൻഡ്ലെസ് വീക്കെൻഡ് ഫോമിംഗ് ഹാൻഡ് സോപ്പ് ആണ്. എന്ത് പാക്കേജിങ് എനിക്ക് തോന്നുന്നു ഒരു വെക്കേഷൻ കൈൻഡ് ഓഫ് വൈബാണ് ഈ ബോട്ടിൽ തരുന്നത്. ഒരു വെക്കേഷൻ കൈൻഡ് ഓഫ് വൈബ്, ഒരു ട്രോപ്പിക്കൽ സമ്മർ വെക്കേഷൻ ടൈപ്പ് ഓഫ് പാക്കേജിങ്. This is lovely actually. ഇത് നല്ല സ്മെല്ലാണ്. ഇത് കുറച്ച് ഫ്രഷ് ആണ്, എനർജൈസിങ് റിഫ്രഷിങ് സ്മെല്ലാണ്. ഇത് ഭയങ്കര നല്ലതാണ് കേട്ടോ. എനിക്ക് സെന്റ് പേഴ്സണലി ഇപ്പൊ ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. സോ ഇത് പറയുകയാണെങ്കിൽ സിട്രസിന്റെ ഒരു ഫ്രഷ് കൈൻഡ് ഓഫ് സ്മെൽ, പിന്നെ കോക്കനട്ടിന്റെ ഒരു ചെറിയ നോട്ടുണ്ട്. കോക്കനട്ടിന്റെയും കൂടെ ഒരു ചെറിയ നോട്ടുണ്ട്. പിന്നെ ഒരു ലൈറ്റ് ഫ്ലോറലായിട്ട് തോന്നുന്നുണ്ട്. ജാസ്മിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു ജാസ്മിന്റെ ചെറിയൊരു ടൈപ്പ് ഓഫ് സെന്റ് വരുന്നുണ്ട്. ഇത് മോർണിംഗ് യൂസ് ചെയ്യുന്നവർക്ക് ഒരു ഇൻസ്റ്റന്റ് ഫ്രഷ്നെസ്, റിഫ്രഷിങ് ഫീൽ തരുന്ന ഒരു ഫ്രാഗ്രൻസ് ആണിത്. പിന്നെ ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഇതിന്റെ സെന്റ് പെട്ടെന്ന് തന്നെ ഫെയ്ഡായി പോവും. സോ ഞാൻ വിചാരിക്കുന്നത് ഇതൊരു വാഷ് ചെയ്തിട്ട് കുറച്ചുകൂടെ നമ്മുടെ കയ്യിൽ ഇതിന്റെ ഒരു സ്മെൽ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല രസമായിരുന്നേനെ. ഐ മീൻ അതൊരു റിഫ്രഷിങ് സ്മെല്ലായതുകൊണ്ട് കുറച്ച് കൂടുതൽ സ്റ്റേ ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു ടൈപ്പ് ഓഫ് സെന്റ് ആണിത്. ഞാൻ ഇതിന് കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 4.5 ഔട്ട് ഓഫ് 5 ആണ്. ബാത്ത് ആൻഡ് ബോഡി വർക്സിൽ സ്മാർട്ടായിട്ട് ബൈ ചെയ്യാനുള്ളത് സെയിലിന് വെയിറ്റ് ചെയ്യാന്നുള്ളതാണ്. അതുപോലെ തന്നെ സെമി ആനുവൽ സെയിൽ, പിന്നെ ബൈ 3 get 3 ഓഫേഴ്സ്. ഇത് ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഒരു ഓഫേഴ്സ് ആണിത്. അതുപോലെ തന്നെ ഫുൾ പ്രൈസ് കൊടുത്തിട്ട് ബാത്ത് ആൻഡ് ബോഡി വർക്സിലെ പ്രോഡക്ട്സ് ട്രൈ ചെയ്താൽ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഓൺലൈൻ ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് പ്രോഡക്റ്റ് ബൈ ചെയ്യരുത്. ബിക്കോസ് പേഴ്സണലി പലർക്കും പല പ്രിഫറൻസ് ആണ്. നമ്മൾ വാങ്ങിച്ചു കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇറ്റ്സ് ടു ഓവർവെൽമിങ്, അല്ലെങ്കിൽ കുറച്ച് സ്ട്രോങ്, അല്ലെങ്കിൽ കുറച്ച് ലൈറ്റ് ആയി പോയി, അങ്ങനെയുള്ളതൊക്കെ വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൺലൈൻ ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യരുത്. ഓൺലൈനിൽ ട്രൈ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഓൺലൈൻ ഡിസ്ക്രിപ്ഷൻ നോക്കി പോയി ബ്ലൈൻഡ്ലി വാങ്ങുന്നതിന് പകരം സ്റ്റോറിൽ തന്നെ നിങ്ങൾക്ക് പോയിട്ട് സെന്റ് സ്മെൽ ചെയ്ത് നോക്കിയിട്ട് വാങ്ങാവുന്നതാണ്. സോ അതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. അങ്ങനെ ട്രൈ ചെയ്യുക. വലിയ ബോട്ടിൽ, പുതിയ ഫ്രാഗ്രൻസ് ആണെങ്കിൽ നിങ്ങൾ വലിയ ബോട്ടിൽ ട്രൈ ചെയ്യുന്നതിന് പകരം ട്രാവൽ സൈസ് ആയിട്ടുള്ള ബോട്ടിൽസ് ഉണ്ട്, അത് ട്രൈ ചെയ്ത് നോക്കുക ഫസ്റ്റ്. സീസണൽ ആയിട്ട് വരുന്ന സ്റ്റോക്ക് നിങ്ങൾ മിസ് ചെയ്യരുത്. ഫോൾ ക്യാൻഡിൽസ്, സമ്മർ സോപ്സ്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ വരും. അപ്പം തന്നെ നിങ്ങളത് സ്റ്റോക്ക് ചെയ്യുക. കാരണം അത് ലിമിറ്റഡ് എഡിഷൻസ് ആയിരിക്കും, പെട്ടെന്ന് തീരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇത്രയൊക്കെയാണ് ടിപ്സ്. നിങ്ങൾക്ക് ബാത്ത് ആൻഡ് ബോഡി വർക്സ് എന്ന് വാങ്ങാനുള്ള കുറച്ച് ടിപ്സ്. ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാനിന്ന് വൈൻഡപ്പ് ചെയ്യുവാണ്. സോ നിങ്ങൾക്ക് ഞാൻ ട്രൈ ചെയ്ത ഈ 5 പ്രൊഡക്ട്സിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ്, ഓൾസോ നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ബാത്ത് ആൻഡ് ബോഡി വർക്സിലെ അതും നിങ്ങൾക്ക് ബാക്കിയുള്ളവർ ട്രൈ ചെയ്ത് നോക്കണമെന്ന് തോന്നുന്നുള്ളതും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലിടാം. സോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.